പ്രധാന വാർത്ത ഇടുക്കി മൂന്നാർ കനിമലയിൽ ബൈക്ക് യാത്രികരെ കാട്ടുകൊമ്പൻ പടയപ്പ ആക്രമിച്ചു. കനിമല സ്വദേശികളായ ബാലദണ്ഡൻ, വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഈ കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം നമ്മൾ ഏറെ കാലമായി കാണുന്നു. റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുന്ന ചില സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് കടുത്തിരിക്കുന്നു. ബൈക്ക് യാത്രികരെ വരെ ആക്രമിച്ചു അല്ലേ? എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ്, വീണ്ടും ഈ പടയപ്പയുടെ ഒരു പരാക്രമം തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഈ തൃശൂർ സ്വദേശികളെ ആക്രമിച്ചിരുന്നു. ഇതിൽ സ്ത്രീക്ക് ഇടുപ്പല്ലിന് ക്ഷതമേറ്റിരുന്നു. ഇവരിപ്പോഴും തൃശ്ശൂരിൽ ചികിത്സയിലാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ പടയപ്പ ഇന്നും റോഡിലേക്ക് ഇറങ്ങി. അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയമായ അന്തർ സംസ്ഥാന പാതയായ ഈ കന്നിമലയിൽ ഇറങ്ങിയത്. ഈ കന്നിമലയിൽ ഇറങ്ങിയ പടയപ്പ ഏറെ നേരം റോഡിൽ നിലവിളിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഈ കന്നിമല സ്വദേശികളായ വിഘ്നേഷും സഹോദരൻ ബാലദണ്ഡനും കൂടെയാണ് ഈ മൂന്നാറിലെ ജോലിക്ക് ശേഷം കന്നിമലയിലെ വീട്ടിലേക്ക് മടങ്ങിയത്. ഈ മടങ്ങുമ്പോഴാണ് ഈ പടയപ്പ റോഡിൽ നിലയുറപ്പിച്ചത്. അപ്രതീക്ഷിതമായി ഈ റോഡിൽ കണ്ട പടയപ്പയെ കണ്ട ഭയന്നോടാൻ ശ്രമിച്ചവേ ഈ പടയപ്പ മുന്നിലെത്തി ഈ ബൈക്ക് തൂക്കിയെടുത്ത് എറിയുകയായിരുന്നു. പിന്നീട് ഈ ബൈക്കിന്റെ പുറകിലിരുന്ന ആളെ വലിച്ച് താഴേക്കിടുകയും ചെയ്തു. പിന്നെ വലിയ ഒരു ബഹളം വെച്ചതോടെയാണ് പടയപ്പ ഇവിടെ നിന്ന് പിൻവാങ്ങിയത്. ഏതായാലും പടയപ്പ റോഡിൽ തന്നെയായിരുന്നു നിലയുറപ്പിച്ചത്. പിന്നീട് നിരവധി വാഹനങ്ങളും തടഞ്ഞു. ഏതായാലും ആളുകൾ വലിയ രീതിയിൽ ഒച്ച വെച്ചതോടെയാണ് പടയപ്പ നിന്ന് മാറിയത്. പിന്നീട് ഈ രണ്ടുപേരെയും കന്നിമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇപ്പോൾ മൂന്നാറിലെ ഹൈറേഞ്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ടുപേരും ഒന്ന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഭയം മാറിയിട്ടില്ല. പടയപ്പയുടെ മുന്നിലാക്കപ്പെട്ട ആ ഭയത്തിലാണ് രണ്ടുപേരും ഉള്ളത്, സഹോദരന്മാർ. ഏതായാലും RRT സംഘം എത്തി പടയപ്പയെ തുരത്തിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം, അത് പ്രത്യേക ദൗത്യത്തെ ഒരു RRT സംഘത്തെ നിയോഗിച്ചിരുന്നു. 5 അംഗ സംഘത്തെ നിയോഗിച്ചതായിട്ടാണ് കഴിഞ്ഞ ദിവസം റേഞ്ച് ഓഫീസർ പറഞ്ഞത്. ഏതായാലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കാട്ടാന ഇറങ്ങുന്നത് മൂലം തന്നെ ഇവർക്ക് പല സ്ഥലങ്ങളിൽ ഓടിയെത്താൻ സാധിക്കുന്നില്ല. ഇന്ന് തന്നെ ദേവികുളത്ത് ഇത്തരത്തിൽ ഒരു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തന്നെ ദേവികുളത്തും ഇതേപോലെ വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനത്തിന് ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. ഏതായാലും കാട്ടാന ആക്രമണം ഇപ്പോൾ മൂന്നാർ മേഖലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ രൂക്ഷമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇന്നും ഇത്തരത്തിൽ ഈ പടയപ്പയുടെ ഒരു ആക്രമണം വലിയ രീതിയിലാണ് ഇപ്പോൾ ആളുകൾ വലിയ രീതിയിലാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. ഏതായാലും ഇവരെ ഇപ്പോൾ ഈ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലെത്തി ചികിത്സ തുടരുന്നുണ്ട്. ഏതായാലും പടയപ്പയെ RRT സംഘം തുരത്തിയിട്ടുണ്ട്. വീണ്ടും ഈ റോഡിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ പടയപ്പ മതപ്പാടിലാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് പോയ വർഷം തന്നെ ഈ പടയപ്പ നിരവധി വാഹനങ്ങൾ ആക്രമിച്ചിരുന്നു മതപ്പാടിൽ തന്നെ. അത്തരത്തിൽ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നതാണ്. പലപ്പോഴും ഈ വാച്ചർമാരടക്കം പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും പടയപ്പ ദേശീയപാതയിൽ നിന്ന് മാറുന്നില്ല. വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു, ആളുകളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഏതായാലും പടയപ്പയെ ജാഗ്രത പുലർത്താൻ തന്നെയാണ് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പടയപ്പയെ നിരീക്ഷിക്കാനും 5 അംഗ സംഘം ഇപ്പോഴും ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാളിദാസ്. ശരി ബിനീഷ്, എന്തായാലും അപകടം പറ്റിയ പരിക്കേറ്റവരുടെ നില അത്ര ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ഈ RRT സംഘം എത്തി കാട്ടുകൊമ്പൻ പടയപ്പയെ തുരത്തിയതായും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ കാട്ടാന ആക്രമണം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഈ പടയപ്പയുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കേണ്ടത് അധികൃതരുടെ ചുമതല കൂടിയാണ്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.